രണ്ടാം പുസ്തകം 17-ാം അധ്യായം. അനന്തരം അഹീതോഫെൽ അബ്ശാലോമിനോട് പറഞ്ഞത്, ഞാൻ 12,000 പേരെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് ഇന്ന് രാത്രി തന്നെ ദാവീദിനെ പിന്തുടരട്ടെ. ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ചു ഭ്രമിപ്പിക്കും. അപ്പോൾ അവനോട് കൂടെയുള്ള ജനമൊക്കെയും ഓടിപ്പോകും. ഞാൻ രാജാവിനെ മാത്രം വെട്ടിക്കളയും. പിന്നെ ഞാൻ സകല ജനത്തെയും നിന്റെ അടുക്കൽ മടക്കി വരുത്തും. നീ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും മടങ്ങി വരുമ്പോൾ സകല ജനവും സമാധാനത്തോടെ ഇരിക്കും. ഈ വാക്ക് അബ്ശാലോമിനും ഇസ്രായേൽ മൂപ്പന്മാർക്കൊക്കെയും വളരെ ബോധിച്ചു. എന്നാൽ അബ്ശാലോം അർഘ്യനായ ഹൂശായിയെ വിളിക്കാം, അവന്റെ അഭിപ്രായം കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു. ഹൂശായി അബ്ശാലോമിന്റെ അടുക്കൽ വന്നപ്പോൾ അബ്ശാലോം അവനോട്, ഇന്നിന്ന പ്രകാരം അഹീതോഫെൽ പറഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞതുപോലെ നാം ചെയ്യുകയോ, അല്ലെങ്കിൽ നീ പറക എന്ന് പറഞ്ഞു. ഹൂശായി അബ്ശാലോമിനോട് പറഞ്ഞതെന്തെന്നാൽ, അഹീതോഫെൽ ഈ പ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. നിന്റെ അപ്പനും അവൻ്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നുപോയ കരടിയെപ്പോലെ ഉഗ്രമാനസന്മാരുമാകുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. നിന്റെ അപ്പൻ യോദ്ധാവാകുന്നു. അവൻ ജനത്തോടു കൂടെ രാപാർക്കയില്ല. അവനിപ്പോൾ ഒരു ഗുഹയിലോ മറ്റു വല്ല സ്ഥലത്തോ ഒളിച്ചിരിക്കുകയായിരിക്കും. ആരംഭത്തിങ്കൽ തന്നെ ഇവരിൽ ചിലർ പട്ടുപോയാൽ അത് കേൾക്കുന്ന എല്ലാവരും അബ്ശാലോമിന്റെ പക്ഷക്കാരിൽ സംഹാരമുണ്ടായി എന്ന് പറയും. അപ്പോൾ സിംഹഹൃദയം പോലെ ഹൃദയമുള്ള ശൂരനും കൂടെ അശേഷം ഉരുകിപ്പോകും. നിന്റെ അപ്പൻ വീരനും അവനോടുകൂടെയുള്ളവരും ശൂരന്മാരും എന്ന് എല്ലാ ഇസ്രായേലും അറിയുന്നു. ആകയാൽ ഞാൻ പറയുന്ന ആലോചന എന്തെന്നാൽ, ദാൻ മുതൽ ബേർഷേബ വരെ കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരിക്കുന്ന ഇസ്രായേലൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചു കൂടുകയും തിരുമേനി തന്നെ യുദ്ധത്തിന് എഴുന്നള്ളുകയും വേണം. അവനെ കാണുന്നിടത്ത് നാം അവനെ ആക്രമിച്ച് മഞ്ഞു ഭൂമിയിൽ പൊടിയുന്നത് പോലെ അവൻ്റെ മേൽ ചെന്ന് വീഴും. പിന്നെ അവനാകട്ടെ, അവനോടുകൂടെയുള്ള എല്ലാവരിലും ഒരുത്തൻ പോലും ആകട്ടെ ശേഷിക്കുകയില്ല. അവനൊരു പട്ടണത്തിൽ കടന്നുകൂടി എങ്കിലോ ഇസ്രായേലെല്ലാം ആ പട്ടണത്തിന് കയറുകെട്ടി അവിടെ ഒരു ചെറിയ കല്ല് പോലും കാണാതാകും. അതിനെ നദിയിൽ വലിച്ചിട്ട് കളയും. അപ്പോൾ അബ്ശാലോമും എല്ലാ ഇസ്രായേലിലും അഹീതോഫലിന്റെ ആലോചനയേക്കാൾ അർഘ്യനായ ഹൂശായിയുടെ ആലോചന നല്ലത് എന്ന് പറഞ്ഞു. അബ്ശാലോമിന് അനർത്ഥം വരേണ്ടതിന് അഹീതോഫലിന്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. അനന്തരം ഹൂശായി പുരോഹിതന്മാരായ സാദോക്കിനോടും അബ്യാഥാരിനോടും ഇന്നിന്ന പ്രകാരം അഹീതോഫൽ അബ്ശാലോമിനോടും ഇസ്രായേൽ മൂപ്പന്മാരോടും ആലോചന പറഞ്ഞു. ഇന്നിന്ന പ്രകാരം ഞാനും ആലോചന പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ വേഗത്തിൽ ആളയച്ച് ഈ രാത്രി മരുഭൂമിയിലേക്കുള്ള കടവിങ്കൽ പാർക്കരുത്. രാജാവിനും കൂടെയുള്ള സകല ജനത്തിനും നാശം വരാതിരിക്കേണ്ടതിന് ഏതു വിധേനയും അക്കരെ കടന്നു പോകണം എന്ന് ദാവീദിനെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. എന്നാൽ യോനാഥാനും അഹീമാസും പട്ടണത്തിൽ ചെന്ന് തങ്ങളെ തന്നെ കാണിപ്പാൻ പാടില്ലാതിരുന്നതുകൊണ്ട് ഏൻ രോഗിലിനരികെ കാത്തു നിൽക്കും. ഒരു വേലക്കാരത്ത് ചെന്ന് അവരെ അറിയിക്കുകയും അവർ ചെന്ന് ദാവീദ് രാജാവിനെ അറിയിക്കുകയും ചെയ്യും. എന്നാൽ ഒരു ബാല്യക്കാരൻ അവരെ കണ്ടിട്ട് അബ്ശാലോമിന് അറിവ് കൊടുത്തു. ആകയാൽ അവർ ഇരുവരും വേഗം പോയി ബഹൂരീമിൽ ഒരാളുടെ വീട്ടിൽ കയറി. അവന്റെ മുറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു. അവർ അതിൽ ഇറങ്ങി വീട്ടുകാരെത്തി മൂടുവിരി എടുത്ത് കിണറ്റിന്റെ വായിന്മേൽ വിരിച്ച് അതിൽ കോതമ്പ് തരി ചുക്കി. ഇങ്ങനെ കാര്യം അറിയുവാൻ ഇടയായില്ല. അബ്ശാലോമിന്റെ ഭൃത്യന്മാർ ആ സ്ത്രീയുടെ വീട്ടിൽ വന്നു. അഹീമാസും യോനാഥാനും എവിടെയെന്ന് ചോദിച്ചതിന് അവർ നീർത്തോട് കടന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. അവർ അന്വേഷിച്ചു കാണായികയാൽ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അവർ പോയ ശേഷം അവർ കിണറ്റിൽ നിന്ന് കയറി ചെന്ന് ദാവീദ് രാജാവിനെ അറിയിച്ചു. ഇങ്ങനെ എഴുന്നേറ്റു വേഗം നദി കടന്നു പോകുവിൻ. ഇന്നിന്ന പ്രകാരം അഹീതോഫൽ നിങ്ങൾക്ക് വിരോധമായിട്ട് ആലോചന പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ദാവീദും കൂടെയുള്ള ജനമൊക്കെയും എഴുന്നേറ്റ് യോർദാൻ കടന്നു. നേരം വെളുക്കുമ്പോഴേക്കും യോർദാൻ കടക്കാതെ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. എന്നാൽ അഹീതോഫൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തന്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടിഞ്ഞാന്ന് മരിച്ചു. അവന്റെ അപ്പന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. പിന്നെ ദാവീദ് മഹനീമിൽ എത്തി. അബ്ശാലോമും കൂടെയുള്ള ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു. അബ്ശാലോം യോവാബിനു പകരം അമാസയെ സേനാധിപതിയാക്കി. അമാസയോ നാഹാഷിന്റെ മകളും യോവാബിന്റെ അമ്മ സെരൂയിയുടെ സഹോദരിയും ആയ അബീഗലിന്റെ അടുക്കൽ
ഇത്ര എന്നു പേരുള്ള ഒരു ഇശ്മായേല്യൻ ചെന്നിട്ട് ഉണ്ടായ മകൻ. എന്നാൽ ഇസ്രയേലും അബ്ശാലോമും ഗിലെയാദ് ദേശത്ത് പാളയമിറങ്ങി. ദാവീദ് മഹനീമിൽ എത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബായിൽ നിന്ന് നാഹാഷിന്റെ മകൻ ഷോബി, ലോദേബാരിൽ നിന്ന് അമ്മിയലിന്റെ മകൻ മാഖീർ, റോഗിലീമിൽ നിന്ന് ഗിലെയാദ്യൻ, ബർസില്ലായി എന്നിവർ കിടക്കുകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിന്റെ കൂടെയുള്ള ജനത്തിന് ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലർ, അമരയ്ക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിങ്ങനെ ഇവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഇരിക്കുമല്ലോ എന്നവർ പറഞ്ഞു. ശമൂവേലിന്റെ 2-ാം പുസ്തകം 18-ാം അധ്യായം. അനന്തരം ദാവീദ് തന്നോട് കൂടെയുള്ള ജനത്തെ എണ്ണി നോക്കി. അവർക്ക് സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു. ദാവീദ് ജനത്തിൽ 1/3 പങ്ക് യോവാബിന്റെ കൈക്കീഴും 1/3 പങ്ക് സെരൂയയുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബീശായിയുടെ കൈക്കീഴും 1/3 പങ്ക് ഗിത്യനായ ഇത്തായിയുടെ കൈക്കീഴും അയച്ചു. ഞാനും നിങ്ങളോട് കൂടെ വരും എന്ന് രാജാവ് ജനത്തോട് പറഞ്ഞു. എന്നാൽ ജനം, നീ വരേണ്ട, ഞങ്ങൾ തോറ്റോടി എന്ന് വരികിൽ ഞങ്ങളുടെ കാര്യം ആരും ഗണ്യമാക്കുകയില്ല. ഞങ്ങളിൽ പാതിപ്പേർ പട്ടുപോയി എന്ന് വരികിലും അതാരും ഗണ്യമാക്കുകയില്ല. നീയോ ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യൻ. ആകയാൽ നീ പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നത് നല്ലത് എന്ന് പറഞ്ഞു. രാജാവ് അവരോട്, നിങ്ങൾക്ക് ഉത്തമം എന്ന് തോന്നുന്നത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ രാജാവ് പടിവാതിൽക്കൽ നിന്നു. ജനമൊക്കെയും 100 1000 പുറപ്പെട്ടു. അബ്ശാലോം കുമാരനോട് എന്നെ ഓർത്ത് കനിവോടെ പെരുമാറുവിൻ എന്ന് രാജാവ് യോവാബിനോടും അബീശായിയോടും ഇത്ഥായിയോടും കൽപ്പിച്ചു. രാജാവ് അധിപതിമാരോടൊക്കെയും അബ്ശാലോമിനോടെ കുറിച്ച് കൽപ്പിക്കുമ്പോൾ ജനമെല്ലാം കേട്ടു. പിന്നെ ജനം പടനിലത്തേക്ക് ഇസ്രയേലിന് നേരെ പുറപ്പെട്ടു. എഫ്രയീം വനത്തിൽ വെച്ച് പടയുണ്ടായി. ഇസ്രയേൽ ജനം ദാവീദിന്റെ സേവകരോട് തോറ്റു. അന്ന് അവിടെ ഒരു മഹാസംഹാരം നടന്നു. 20,000 പേർ പട്ടുപോയി. പട ആ ദേശത്തെല്ലായിടവും പരന്നു. അന്ന് വാളിനിരയായതിലും അധികം പേർ വനത്തിനിരയായി തീർന്നു. അബ്ശാലോം ദാവീദിന്റെ സേവകർക്ക് എതിർപ്പെട്ടു. അബ്ശാലോം കോവർ കഴുതപ്പുറത്ത് ഓടിച്ചു പോകുമ്പോൾ കോവർ കഴുത കൊമ്പ് തിങ്ങി നിൽക്കുന്ന ഒരു വലിയ കരുവേലകത്തിന് കീഴെ എത്തി. അവൻ്റെ തലമുടി കരുവേലകത്തിൽ പിടിപ്പെട്ടിട്ട് അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി. അവൻ്റെ കീഴിൽ നിന്ന് കോവർ കഴുത ഓടിപ്പോയി. ഒരുത്തൻ അത് കണ്ടിട്ട്, അബ്ശാലോം ഒരു കരുവേലകത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോവാബിനോട് അറിയിച്ചു. യോവാബ് തന്നെ അറിയിച്ചവനോട്, നീ അവനെ കണ്ടിട്ട് അവിടെ വച്ചു തന്നെ വെട്ടിക്കളയാഞ്ഞതെന്ത്? ഞാൻ നിനക്ക് 10 ഷേക്കൽ വെള്ളിയും ഒരു അരക്കച്ചയും തരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ യോവാബിനോട് പറഞ്ഞത്, 1000 ഷേക്കൽ വെള്ളി എനിക്ക് തന്നാലും ഞാൻ രാജകുമാരൻ്റെ നേരെ കൈ നീട്ടുകയില്ല. അബ്ശാലോം കുമാരനെ ആരും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് രാജാവ് നിന്നോടും അബീശായിയോടും ഇത്ഥായിയോടും ഞങ്ങൾ കേൾക്കെയല്ലോ കൽപ്പിച്ചത്. അല്ല, ഞാൻ അവൻ്റെ പ്രാണനെ ദ്രോഹിച്ചിരുന്നുവെങ്കിൽ രാജാവിനൊന്നും മറവായിരിക്കില്ലല്ലോ. നീ തന്നെ എന്നോട് അകന്നു നിൽക്കുമായിരുന്നു. എന്നാൽ യോവാബ്, ഞാൻ ഇങ്ങനെ നിന്നോട് സംസാരിച്ചു നേരം കളയുകയില്ല എന്ന് പറഞ്ഞ് 3 കുന്തം കയ്യിലെടുത്ത് അബ്ശാലോം കരുവേലകത്തിൽ ജീവനോടെ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ അവയെ അവൻ്റെ നെഞ്ചിനകത്ത് കുത്തിക്കിടത്തി. യോവാബിൻ്റെ ആയുധവാഹകന്മാരായ 10 ബാല്യക്കാർ വളഞ്ഞു നിന്ന് അബ്ശാലോമിനെ അടിച്ചു കൊന്നു. പിന്നെ യോവാബ് കാഹളമൂതി. യോവാബ് ജനത്തെ വിലക്കിയതുകൊണ്ട് അവർ ഇസ്രായേലിനെ പിന്തുടരുന്നത് വിട്ടുമടങ്ങി. അബ്ശാലോമിനെ അവർ എടുത്ത് വനത്തിലൊരു വലിയ കുഴിയിലിട്ടു. അവൻ്റെ മേൽ ഏറ്റവും വലിയൊരു കൽക്കൂമ്പാരം കൂട്ടി. ഇസ്രായേലൊക്കെയും താന്താൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. അബ്ശാലോം ജീവനോടിരുന്ന സമയം എൻ്റെ പേർ നിലനിർത്തേണ്ടതിന് എനിക്ക് മകനില്ലല്ലോ എന്ന് പറഞ്ഞു. രാജാവിൻ താഴ്വരയിലെ തൂൺ എടുത്ത് നാട്ടി അതിന് തൻ്റെ പേർ വിളിച്ചിരുന്നു. അതിനിന്നുവരെ അബ്ശാലോമിൻ്റെ ജ്ഞാപകസ്തംഭം എന്ന് പറഞ്ഞു വരുന്നു. അനന്തരം സാദോക്കിൻ്റെ മകനായ അഹീമാസ്, ഞാൻ ഓടിച്ചെന്ന് രാജാവിനോട്, യഹോവ അവനു വേണ്ടി ശത്രുക്കളോട് പ്രതികാരം ചെയ്തിരിക്കുന്ന സദ്വർത്തമാനം അറിയിക്കട്ടെ എന്ന് പറഞ്ഞു. യോവാബ് അവനോട്, നീ ഇന്ന് സദ്വർത്തമാന ദൂതനാകയില്ല. ഇനി ഒരു ദിവസം സദ്വർത്തമാനം കൊണ്ടുപോകാം. രാജകുമാരൻ മരിച്ചിരിക്കൊണ്ട് നീ ഇന്ന് സദ്വർത്തമാന ദൂതനാകിയില്ല എന്ന് പറഞ്ഞു. പിന്നെ യോവാബ് കൂശനോട്, നീ കണ്ടത് രാജാവിനെ ചെന്ന് അറിയിക്ക എന്ന് പറഞ്ഞു. കൂശൻ യോവാബിനെ വണങ്ങി ഓടി. സാദോക്കിൻ്റെ മകനായ അഹീമാസ് പിന്നെയും യോവാബിനോട്, ഏതായാലും ഞാനും കൂശൻ്റെ പിന്നാലെ ഓടട്ടെ എന്ന് പറഞ്ഞു.
അതിന് യോവാബ്, എൻ്റെ മകനെ, നീ എന്തിനു ഓടുന്നു? നിനക്ക് പ്രതിഫലം കിട്ടുകയില്ലല്ലോ എന്നു പറഞ്ഞു. അവൻ പിന്നെയും, ഏതായാലും ഞാൻ ഓടും എന്ന് പറഞ്ഞതിന്, എന്നാൽ ഓടിക്കൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അഹീമാസ് സമഭൂമി വഴിയായി ഓടി കൂശിനെ കടന്നുപോയി. എന്നാൽ ദാവീദ് രണ്ടു പടിവാതിലിനും മധ്യേ ഇരിക്കുകയായിരുന്നു. കാവൽക്കാരൻ പടിവാതിലിനു മീതെ മതിലിന് മുകളിൽ കയറി തല ഉയർത്തി നോക്കി ഒരുത്തൻ തനിച്ച് ഓടി വരുന്നത് കണ്ടു. കാവൽക്കാരൻ രാജാവിനോട് വിളിച്ചു അറിയിച്ചു, അവൻ ഏകൻ എങ്കിൽ സദ്വർത്തമാനവും കൊണ്ടാകുന്നു വരുന്നത് എന്ന് രാജാവ് പറഞ്ഞു. അവൻ അടുത്തു. പിന്നെ കാവൽക്കാർ മറ്റൊരുത്തൻ ഓടി വരുന്നത് കണ്ടു. കാവൽക്കാരൻ വാതിൽ കാക്കുന്നവരോട്, ഇതാ പിന്നെയും ഒരാൾ തനിച്ചോടി വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവരും സദ്വർത്തമാന ദൂതനാകുന്നു എന്ന് രാജാവ് പറഞ്ഞു. ഒന്നാമത്തവൻ്റെ ഓട്ടം സാദോക്കിൻ്റെ മകനായ അഹീമാസിൻ്റെ ഓട്ടം പോലെ എനിക്ക് തോന്നുന്നു എന്ന് കാവൽക്കാരൻ പറഞ്ഞു. അതിന് രാജാവ്, അവൻ നല്ലവൻ, നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അഹീമാസ് രാജാവിനോട് ശുഭം ശുഭം എന്ന് വിളിച്ചു പറഞ്ഞു. രാജാവിന് മുമ്പിൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. യജമാനനായ രാജാവിൻ്റെ നേരെ കൈ ഓങ്ങിയവരെ, ഏൽപ്പിച്ചു തന്ന നിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ്, അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അഹീമാസ്, യോവാബ് രാജാവിൻ്റെ ഭൃത്തിനെയും അടിയനെയും അയക്കുമ്പോൾ വലിയൊരു കലഹം കണ്ടു, എന്നാൽ അത് എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. നീ അവിടെ മാറി നിൽക്ക എന്ന് രാജാവ് പറഞ്ഞു. അവൻ മാറി നിന്നു. ഉടനെ കൂശൻ വന്നു. യജമാനനായ രാജാവിന് ഇതാ നല്ല വർത്തമാനം. നിന്നോട് എതിർത്ത എല്ലാവരോടും യഹോവ ഇന്ന് നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന് കൂശൻ പറഞ്ഞു. അപ്പോൾ രാജാവ് കൂശനോട്, അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് കൂശൻ, യജമാനനായ രാജാവിൻ്റെ ശത്രുക്കളും നിന്നോട് ദോഷം ചെയ്യുവാൻ എഴുന്നേൽക്കുന്ന എല്ലാവരും ആ കുമാരനെ പോലെയാകട്ടെ എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് നടുങ്ങി പടിപ്പുര മാളികയിൽ കയറി, എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞും കൊണ്ട് നടന്നു. ശമൂവേൽ 2-ാം പുസ്തകം 19-ാം അധ്യായം. രാജാവ് അബ്ശാലോമിനെ ചൊല്ലി ദുഃഖിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു എന്ന് യോവാബ് കേട്ടു. എന്നാൽ രാജാവ് തൻ്റെ മകനെക്കുറിച്ച് വ്യസനിച്ചിരിക്കുന്നുവെന്ന് ആ ദിവസം ജനം കേട്ടതുകൊണ്ട് അന്നത്തെ ജയം ജനത്തിനൊക്കെയും ദുഃഖമായി തീർന്നു. ആകയാൽ യുദ്ധത്തിൽ തോറ്റിട്ട് നാണിച്ച് ഒളിച്ചു വരും പോലെ ജനം അന്ന് പട്ടണത്തിലേക്ക് ഒളിച്ചു കടന്നു. രാജാവ് മുഖം മൂടി, എൻ്റെ മകനെ അബ്ശാലോമേ, അബ്ശാലോമേ, എൻ്റെ മകനെ എന്നുറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യോവാബ് അരമനയിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, നിന്റെയും നിന്റെ പുത്രിപുത്രന്മാരുടെയും നിന്റെ ഭാര്യമാരുടെയും വെപ്പാട്ടികളുടെയും ജീവനെ രക്ഷിച്ചിരിക്കുന്ന നിന്റെ സകല ഭൃത്യന്മാരെയും നീ ഇന്ന് ലജ്ജിപ്പിച്ചിരിക്കുന്നു. നിന്നെ പകയ്ക്കുന്നവരെ നീ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നവരെ നീ പകയ്ക്കുന്നു. പ്രഭുക്കന്മാരും ഭൃത്യന്മാരും നിനക്ക് ഏതുമില്ല എന്ന് നീ ഇന്ന് കാണിച്ചിരിക്കുന്നു. അബ്ശാലോം ജീവിച്ചിരിക്കുകയും ഞങ്ങളെല്ലാവരും ഇന്ന് മരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിനക്ക് നല്ല പ്രസാദമായിരുന്നു എന്ന് എനിക്കിന്ന് മനസ്സിലായി. ആകയാൽ ഇപ്പോൾ എഴുന്നേറ്റ് പുറത്തു വന്ന് നിന്റെ ഭൃത്യന്മാരോട് സന്തോഷമായി സംസാരിക്കാം. നീ പുറത്തു വരാത്ത പക്ഷം യഹോവയാണേ, ഈ രാത്രി ആരും നിന്നോട് കൂടെ താമസിക്കുകയില്ല. അത് നിന്റെ ബാല്യം മുതൽ ഇതുവരെ നിനക്ക് ഭവിച്ചിട്ടുള്ള സകല അനർത്ഥത്തെക്കാളും വലിയ അനർത്ഥമായി തീരും. അങ്ങനെ രാജാവ് എഴുന്നേറ്റ് പടിവാതിൽക്കൽ ഇരുന്ന്, രാജാവ് പടിവാതിൽക്കൽ ഇരിക്കുന്നുവെന്ന് ജനത്തിനെല്ലാം അറിവ് കിട്ടി. സകല ജനവും രാജാവിന്റെ മുമ്പിൽ വന്നു. ഇസ്രായേല്യർ താന്താങ്ങളുടെ വീടുകളിലേക്ക് ഓടിപ്പോയിരുന്നു. എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലുമുള്ള ജനമൊക്കെയും തമ്മിൽ തർക്കിച്ചു. രാജാവ് നമ്മെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചതും അവൻ തന്നെ. ഇപ്പോഴോ അബ്ശാലോം നിമിത്തം അവൻ നാട് വിട്ട് ഓടിപ്പോയിരിക്കുന്നു. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരുന്ന അബ്ശാലോമോ പടയിൽ പട്ടുപോയി. ആകയാൽ രാജാവിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. അനന്തരം ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാദോക്കിന്റെയും അബ്യാഥാരിന്റെയും അടുക്കൽ ആളയച്ചു പറയിച്ചതെന്തെന്നാൽ, നിങ്ങൾ യഹൂദ മൂപ്പന്മാരോട് പറയേണ്ടത്, രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ പിൻപന്മാരായി നിൽക്കുന്നതെന്ത്? രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ എല്ലാ ഇസ്രായേലിന്റെയും സംസാരം അവന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ എൻ്റെ സഹോദരന്മാർ, എൻ്റെ അസ്ഥിയും മാംസവുമല്ലോ. രാജാവിനെ മടക്കി വരുത്തുന്ന കാര്യത്തിൽ നിങ്ങൾ പിൻപന്മാരായി നിൽക്കുന്നതെന്ത്? നിങ്ങൾ അമാസയോട്
നീ എൻ്റെ അസ്ഥിയും മാംസവുമല്ലോ. നീ യോവാബിന് പകരം എപ്പോഴും എൻ്റെ മുമ്പിൽ സേനാപതി ആയിരുന്നില്ല എങ്കിൽ ദൈവം തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ എന്ന് പറവിൻ. ഇങ്ങനെ അവൻ സകല യഹൂദ പുരുഷന്മാരുടെയും ഹൃദയം ഒന്നുപോലെ ആകർഷിച്ചു. ആകയാൽ അവർ, നീ നിന്റെ സകല ഭൃത്യന്മാരും മടങ്ങി വരുവിൻ എന്ന് രാജാവിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചു. അങ്ങനെ രാജാവ് മടങ്ങി യോർദാങ്കലെത്തി. രാജാവിനെ എതിരേറ്റ് യോർദാങ്കൽ കടത്തിക്കൊണ്ടു പോരേണ്ടതിന് യഹൂദ പുരുഷന്മാർ ഗിൽഗാലിൽ ചെന്നു. ബഹൂരീമിലെ ബെന്യാമീനായ ഗേരയുടെ മകൻ ശിമെയും യഹൂദ പുരുഷന്മാരോട് കൂടെ ദാവീദ് രാജാവിനെ എതിരേൽപ്പാൻ ബന്ധപ്പെട്ടു ചെന്നു. അവനോട് കൂടെ 1000 ബെന്യാമീനരും ശൗലിന്റെ ഗ്രഹവിചാരകനായ സീബയും അവന്റെ 15 പുത്രന്മാരും 20 ഭൃത്യന്മാരും ഉണ്ടായിരുന്നു. അവർ രാജാവ് കാൺകെ യോർദാൻ കടന്നു ചെന്നു. രാജാവിന്റെ കുടുംബത്തെ ഇക്കരെ കടത്തേണ്ടതിന് അവന്റെ ഇഷ്ടം പോലെ ചെയ്യേണ്ടതിനും ചങ്ങാടം അക്കരെ ചെന്നിരുന്നു. അപ്പോൾ ഗേരയുടെ മകനായ ശിമെയി യോർദാൻ കടപ്പാൻ പോകുന്ന രാജാവിന് മുമ്പിൽ വീണു. രാജാവിനോട്, എൻ്റെ യജമാനൻ എൻ്റെ കുറ്റം എനിക്ക് കണക്കിടരുതേ. യജമാനായ രാജാവ് യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട ദിവസം അടിയൻ ചെയ്ത ദോഷം രാജാവ് മനസ്സിൽ വയ്ക്കുകയും ഓർക്കുകയും അരുതേ. അടിയൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതാ, യജമാനായ രാജാവിനെ എതിരേൽക്കേണ്ടതിന് ഇറങ്ങി വരുവാൻ യോസേഫിന്റെ സകല ഗ്രഹത്തിലും വെച്ച് അടിയൻ ഇന്ന് മുമ്പനായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറേ, സെരൂയയുടെ മകനായ അബീഷായി യഹോവയുടെ അഭിഷിക്തനെ ശപിച്ചിരിക്കുന്ന ശിമെയി അത് നിമിത്തം മരണശിക്ഷ അനുഭവിക്കേണ്ടയോ എന്ന് ചോദിച്ചു. അതിന് ദാവീദ്, സെരൂയയുടെ പുത്രന്മാരെ, ഇന്ന് നിങ്ങൾ എനിക്ക് എതിരാളികളാകേണ്ടതിന് എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്? ഇന്ന് ഇസ്രയേലിൽ ഒരുത്തിനെ കൊല്ലാമോ? ഇന്ന് ഞാൻ ഇസ്രയേലിന് രാജാവെന്ന് ഞാൻ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. പിന്നെ ശിമെയിയോട്, നീ മരിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജാവ് അവനോട് സത്യവും ചെയ്തു. ശൗലിന്റെ മകനായ മെഫീബോശത്തും രാജാവിനെ എതിരേൽപ്പാൻ വന്നു. രാജാവ് പോയ ദിവസം മുതൽ സമാധാനത്തോടെ മടങ്ങി വന്ന ദിവസം വരെ അവൻ തൻ്റെ കാലിന് രക്ഷ ചെയ്യുകയോ താടി ഒതുക്കുകയോ വസ്ത്രം അലക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ അവൻ രാജാവിനെ എതിരേൽപ്പാൻ യെരൂശലേമിലേക്ക് നിന്ന് വന്നപ്പോൾ രാജാവ് അവനോട്, മെഫീബോശത്തെ, നീ എന്നോടുകൂടെ വരാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞത്, യജമാനായ രാജാവ് എൻ്റെ ഭൃത്യൻ എന്നെ ചതിച്ചു. കഴുതപ്പുറത്തു കയറി രാജാവിനോടുകൂടെ പോകേണ്ടതിന് കോപ്പിടണമെന്ന് അടിയൻ പറഞ്ഞു. അടിയൻ മുടന്തനല്ലോ. അവൻ യജമാനായ രാജാവിനോട് അടിയനെ കൊണ്ട് നുണ പറഞ്ഞു. എങ്കിലും യജമാനായ രാജാവ് ദൈവദൂതന് തുല്യൻ ആകുന്നു. തിരുമനസ്സിലെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക. യജമാനായ രാജാവിന് മുമ്പാകെ അടിയന്റെ പിതൃഭവനമൊക്കെയും മരണയോഗ്യരായിരുന്നു. എങ്കിലും അടിയനെ അവിടുത്തെ മേശയിങ്കൽ ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാക്കി. രാജാവിനോട് ആവലാതി പറവാൻ അടിയനിനി എന്തവകാശമുള്ളൂ? രാജാവ് അവനോട്, നീ നിന്റെ കാര്യം ഇനി അധികം പറയുന്നത് എന്തിന്? നീയും സീബയും നിലം പകുത്തെടുത്തുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. മെഫീബോശത്ത് രാജാവിനോട്, അല്ല, അവൻ തന്നെ മുഴുവനും എടുത്തുകൊള്ളട്ടെ. യജമാനായ രാജാവ് സമാധാനത്തോടെ അരമനയിൽ എത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഗിലെയാദ്യനായ ബർസില്ലായും റോഗേലീമിൽ നിന്ന് വന്നു. രാജാവിനെ യോർദാൻ അക്കരെ കടത്തി യാത്ര അയപ്പാൻ അവരോടുകൂടെ യോർദാൻ കടന്നു. ബർസില്ലായോ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു. രാജാവ് മഹനയീമിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. അവൻ മഹാധനികനായിരുന്നു. രാജാവ് ബർസില്ലായോട്, എന്നോടുകൂടെ പോരുക, ഞാൻ നിന്നെ യെരൂശലേമിൽ എൻ്റെ അടുക്കൽ പാർപ്പിച്ചു രക്ഷിക്കും എന്ന് പറഞ്ഞു. ബർസില്ലായി രാജാവിനോട് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാജാവിനോട് കൂടെ യെരൂശലേമിൽ വരുന്നത് എന്തിന്? ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? എനിക്ക് ഇന്ന് 80 വയസ്സായിരിക്കുന്നു. നല്ലതും ആകാത്തതും എനിക്ക് തിരിച്ചറിയാമോ? ഭക്ഷണപാനങ്ങളുടെ സ്വാദ് അടിയനറിയാമോ? സംഗീതക്കാരുടെയും സംഗീതക്കാരത്തികളുടെയും സ്വരം എനിക്കിനി കേട്ടു രസിക്കാമോ? അടിയൻ യജമാനായ രാജാവിന് ഭാരമായി തീരുന്നത് എന്തിന്? അടിയൻ രാജാവിനോടുകൂടെ യോർദാൻ കടപ്പാനേ വിചാരിച്ചുള്ളൂ. രാജാവ് ഇതിനായി എനിക്ക് ഈ വിധം പ്രത്യുപകാരം ചെയ്യുന്നത് എന്തിന്? എൻ്റെ പട്ടണത്തിൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കല്ലറയുടെ അടുക്കൽ വെച്ച് മരിക്കേണ്ടതിന് അടിയൻ വിടകൊള്ളട്ടെ. എന്നാൽ നിന്റെ ദാസനായ കിംഹാം ഇതാ, അവൻ യജമാനായ രാജാവിനോടുകൂടെ പോരട്ടെ. നിനക്ക് പ്രസാദമായത് അവനോട് ചെയ്തു കൊടുത്താലും. അതിന് രാജാവ്, കിംഹാം എന്നോട് കൂടെ പോരട്ടെ, നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ അവന് ചെയ്തു കൊടുക്കാം. നീ എന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ഞാൻ നിനക്കായി ചെയ്യും എന്ന് പറഞ്ഞു.
പിന്നെ സകല ജനവും യോർദാൻ കടന്നു. രാജാവ് യോർദാൻ കടന്ന ശേഷം ബർസില്ലായെ ചുംബനം ചെയ്ത് അനുഗ്രഹിച്ചു. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. രാജാവ് ഗിൽഗാലിൽ ചെന്നു. കിംഹാമും അവനോടുകൂടെ പോയി. യഹൂദ ജനമൊക്കെയും ഇസ്രായേൽ ജനം പാതിയും കൂടെ രാജാവിനെ ഇക്കരെ കൊണ്ടുവന്നു. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും രാജാവിൻ്റെ അടുക്കൽ വന്ന് രാജാവിനോട്, ഞങ്ങളുടെ സഹോദരന്മാരായ യഹൂദ പുരുഷന്മാർ രാജാവിനെയും അവൻ്റെ കുടുംബത്തെയും ദാവീദിൻ്റെ സകല പരിചാരകന്മാരെയും മോഷ്ടിച്ചു കൊണ്ടുവന്ന് യോർദാൻ കടത്തിയത് എന്ത് എന്ന് പറഞ്ഞു. അതിന് യഹൂദ പുരുഷന്മാരൊക്കെയും ഇസ്രായേൽ പുരുഷന്മാരോട്, രാജാവ് ഞങ്ങൾക്ക് അടുത്ത ചാർച്ചക്കാരനാകൊണ്ട് തന്നെ അതിന് നിങ്ങൾ കോപിക്കുന്നത് എന്തിന്? ഞങ്ങൾ രാജാവിൻ്റെ വക വല്ലതും തിന്നുവോ? അവൻ ഞങ്ങൾക്ക് വല്ല സമ്മാനവും തന്നുപോയെന്ന് ഉത്തരം പറഞ്ഞു. ഇസ്രായേൽ പുരുഷന്മാർ യഹൂദ പുരുഷന്മാരോട്, രാജാവിങ്കൽ ഞങ്ങൾക്ക് 10 ഓഹരിയുണ്ട്. ദാവീദിങ്കൽ ഞങ്ങൾക്ക് നിങ്ങളെക്കാളും അധികം അവകാശവുമുണ്ട്. നിങ്ങൾ ഞങ്ങളെ ധിക്കരിച്ചത് എന്ത്? ഞങ്ങളുടെ രാജാവിനെ തിരികെ കൊണ്ടുവരേണ്ടതിന് ഞങ്ങളല്ലയോ ആദ്യം പറഞ്ഞത് എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ യഹൂദ പുരുഷന്മാരുടെ വാക്ക് ഇസ്രായേൽ പുരുഷന്മാരുടെ വാക്കിനേക്കാൾ അധികം കഠിനമായിരുന്നു. ശമൂവേലിന്റെ 2-ാം പുസ്തകം 20-ാം അധ്യായം. എന്നാൽ ബെന്യാമീനായ ബിക്രിയുടെ മകനായ ഷേബ എന്നു പേരുള്ള ഒരു നീചൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കാഹളമൂതി, ദാവീദിങ്കൽ നമുക്ക് ഓഹരിയില്ല, ഇശായിയുടെ മകനിങ്കൽ അവകാശവുമില്ല. ഇസ്രായേലേ, നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേലൊക്കെയും ദാവീദിനെ വിട്ടു പിന്മാറി ബിക്രിയുടെ മകനായ ഷേബയുടെ പക്ഷം ചേർന്നു. യഹൂദ പുരുഷന്മാരോ യോർദാൻ തുടങ്ങി യെരുശലേം വരെ തങ്ങളുടെ രാജാവിനോട് ചേർന്ന് നടന്നു. ദാവീദ് യെരുശലേമിൽ അരമനയിലെത്തി. അരമന സൂക്ഷിപ്പാൻ പാർപ്പിച്ചിരുന്ന 10 വെപ്പാട്ടികളെയും രാജാവ് അന്തഃപുരത്തിൽ ആക്കി രക്ഷിച്ചു. എങ്കിലും അവരുടെ അടുക്കൽ ചെന്നില്ല. അങ്ങനെ അവർ ജീവപര്യന്തം കാവലിരുന്നു വൈദവ്യം ആചരിച്ചു. അനന്തരം രാജാവ് അമാസയോട്, നീ 3 ദിവസത്തിനകം യഹൂദ പുരുഷന്മാരെ വിളിച്ചുകൂട്ടി അവരുമായി ഇവിടെ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ അമാസ യഹൂദ പുരുഷന്മാരെ വിളിച്ചു കൂട്ടുവാൻ പോയി. എന്നാൽ കൽപ്പിച്ച അവധിയിലധികം അവർ താമസിച്ചു. എന്നാൽ ദാവീദ് അബീശായിയോട്, അബ്ശാലോം ചെയ്തതിനേക്കാളും ബിക്രിയുടെ മകനായ ഷേബ ഇപ്പോൾ നമുക്ക് അധികം ദോഷം ചെയ്യും. അവൻ ഉറപ്പുള്ള വല്ല പട്ടണത്തിലും കടന്ന് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് നീ നിന്റെ യജമാനന്റെ ചേവകരെ കൂട്ടിക്കൊണ്ട് അവനെ പിന്തുടരുക എന്ന് പറഞ്ഞു. അങ്ങനെ യോവാബിന്റെ ആളുകളും ക്രേത്യരും പ്ലേത്യരും സകല വീരന്മാരും ബിക്രിയുടെ മകനായ ഷേബയെ പിന്തുടരുവാൻ യെരുശലേമിൽ നിന്ന് പുറപ്പെട്ടു. അവർ ഗിബയോനിലെ വലിയ പാറയുടെ അടുക്കലെത്തിയപ്പോൾ അമാസ അവർക്കെതിരെ വന്നു. എന്നാൽ യോവാബ് ധരിച്ചിരുന്ന പടയങ്കിമേൽ ഒരു കച്ചയിൽ ഉറയോടുകൂടി ഒരു വാൾ അരക്കി കെട്ടിയിരുന്നു. അവൻ നടക്കുമ്പോൾ അത് വീണുപോയി. യോവാബ് അമാസയോട്, സഹോദര, സുഖം തന്നെയോ എന്ന് പറഞ്ഞ് അമാസയെ ചുംബനം ചെയ്യുവാൻ വലതു കൈകൊണ്ട് അവൻ്റെ താടിക്ക് പിടിച്ചു. എന്നാൽ യോവാബിൻ്റെ കയ്യിൽ വാളിരിക്കുന്നത് അമാസ സൂക്ഷിച്ചില്ല. യോവാബ് അവനെ അതുകൊണ്ട് വയറ്റത്ത് കുത്തി കുടൽ ചോർത്തിക്കളഞ്ഞു. 2ാമത് കുത്തേണ്ടി വന്നില്ല. അവൻ മരിച്ചുപോയി. യോവാബും അവൻ്റെ സഹോദരനായ അബീശായും ബിക്രിയുടെ മകനായ ഷേബയെ പിന്തുടർന്നു. യോവാബിൻ്റെ ബാല്യക്കാരിൽ ഒരുത്തൻ അതിനരികെ നിന്നുകൊണ്ട് യോവാബിനോട് ഇഷ്ടമുള്ളവനും ദാവീദിൻ്റെ പക്ഷക്കാരനും യോവാബിൻ്റെ പിന്നാലെ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അമാസ വഴിനടുവിൽ രക്തത്തിൽ മുഴുകിക്കിടക്കുന്നത് കൊണ്ട് ജനമൊക്കെയും നിൽക്കുന്നുവെന്ന് കണ്ടിട്ട് അവൻ അമാസയെ വഴിയിൽ നിന്ന് വയലിലേക്ക് മാറ്റി. അവിടെ എത്തുമ്പോൾ അവനെല്ലാം നിൽക്കുന്നു എന്ന് കാണുക കൊണ്ട് അവനൊരു വസ്ത്രം അവൻ്റെ മേലിട്ടു. അവനെ പെരുവഴിയിൽ നിന്ന് മാറ്റിയ ശേഷം എല്ലാവരും ബിക്രിയുടെ മകനായ ഷേബയെ പിന്തുടരുവാൻ യോവാബിൻ്റെ പിന്നാലെ പോയി. എന്നാൽ ഷേബ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ കൂടെ കടന്ന് ആബേലിലും ബേത് മാഖയിലും എല്ലാ ബേര്യരുടെ അടുക്കലും ചെന്നു. അവരും ഒന്നിച്ചുകൂടി അവൻ്റെ പിന്നാലെ ചെന്നു. മറ്റവർ വന്നു ബേത് മാഖയോട് ചേർന്ന് ആബേലിൽ അവനെ നിരോധിച്ചു. പട്ടണത്തിന് നേരെ വാടകോരി. അത് കിടങ്ങിൻ്റെ വക്കത്തായിരുന്നു. യോവാബിനോട് കൂടെയുള്ള എല്ലാ പടജനവും മതിൽ തള്ളിയിടുവാൻ തക്കവണ്ണം ഇടിച്ചു തുടങ്ങി. അപ്പോൾ ജ്ഞാനമുള്ള ഒരു സ്ത്രീ, കേൾപ്പിൻ കേൾപ്പിൻ, ഞാൻ യോവാബിനോട് സംസാരിക്കേണ്ടതിന് ഇവിടെ അടുത്തു വരുവാൻ അവനോട് പറവിൻ എന്ന് പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അവൻ അടുത്തു ചെന്നപ്പോൾ, നീ യോവാബോ എന്ന് ആ സ്ത്രീ ചോദിച്ചു. അതെ എന്നവൻ പറഞ്ഞു. അവൾ അവനോട്, അടിയൻ്റെ വാക്കു കേൾക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കാം എന്നവൻ പറഞ്ഞു. എന്നാറെ അവൾ, ആബേലിൽ ചെന്ന് ചോദിക്കണം എന്ന് പണ്ടൊക്കെ പറയുകയും അങ്ങനെ കാര്യം തീർക്കുകയും ചെയ്യുക പതിവായിരുന്നു. ഞാൻ ഇസ്രായേലിൽ സമാധാനവും വിശ്വസ്തതയും ഉള്ളവരിൽ ഒരുത്തിയാകുന്നു. നീ ഇസ്രായേലിൽ ഒരു പട്ടണത്തെയും ഒരു മാതാവിനെയും നശിപ്പിപ്പാൻ നോക്കുന്നു.
നീ യഹോവയുടെ അവകാശം മുടിച്ചു കളയുന്നത് എന്ത് എന്ന് പറഞ്ഞു. അതിന് യോവാബ്, മുടിച്ചു കളയുകയോ നശിപ്പിക്കുകയോ ചെയ്യുവാൻ എനിക്കൊരിക്കലും സംഗതിയാകരുതേ. കാര്യം അങ്ങനെയല്ല. ബിക്രിയുടെ മകനായ ശേബ എന്നൊരു എഫ്രയീം മലനാട്ടുകാരൻ ദാവീദ് രാജാവിനോട് മത്സരിച്ചിരിക്കുന്നു. അവനെ ഏൽപ്പിച്ചു തന്നാൽ മാത്രം മതി, ഞാൻ പട്ടണത്തെ വിട്ടുപോകും എന്ന് പറഞ്ഞു. സ്ത്രീ യോവാബിനോട്, അവൻ്റെ തല മതിലിൻ്റെ മുകളിൽ നിന്ന് നിന്റെ അടുക്കൽ ഇട്ടുതരും എന്ന് പറഞ്ഞു. അങ്ങനെ സ്ത്രീ ചെന്ന് തൻ്റെ ജ്ഞാനത്താൽ സകല ജനത്തെയും സമ്മതിപ്പിച്ചു. അവർ ബിക്രിയുടെ മകനായ ശേബയുടെ തല വെട്ടി യോവാബിൻ്റെ അടുക്കൽ ഇട്ടുകൊടുത്തു. അപ്പോൾ അവൻ കാഹളമൂതി. എല്ലാവരും പട്ടണം വിട്ട് വീടുകളിലേക്ക് പോയി. യോവാബ് യെരൂശലേമിൽ രാജാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോയി. യോവാബ് ഇസ്രായേൽ സൈന്യത്തെ ഒക്കെയും അധിപതിയായിരുന്നു. യഹോയാദയുടെ മകനായ ബെനായാവ് ക്രേത്യരുടെയും പ്ലേത്യരുടെയും നായകനായിരുന്നു. അദോരാം ഊഴിയവേലക്കാർക്ക് മേൽവിചാരകൻ, അഹീലൂദിൻ്റെ മകനായ യഹോഷാഫാത്ത് മന്ത്രി, ഷെവ രായസക്കാരൻ, സാദോക്കും അബ്യാദാരും പുരോഹിതന്മാർ. യായീര്യനായ ഈരയും ദാവീദിൻ്റെ പുരോഹിതൻ ആയിരുന്നു.